ഹലോ ഗൈസ്, ഞാൻ ലത എത്തിയില്ല വ്ളോഗ്. ഞാനിന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ പാല് വാങ്ങിയിട്ട് തൈരാക്കി വെച്ചിരുന്നു. അപ്പം തൈരും മാത്രമല്ല, അതിൻ്റെ പാട സെപ്പറേറ്റ് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ എടുത്ത് വെച്ച് മോരും ചേർത്ത് എടുത്ത് വെച്ചത് ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. കുറേ ആയാലല്ലേ മിക്സിയിലടിക്കാൻ പറ്റുള്ളൂ. തണുപ്പിച്ചിട്ട് മിക്സിയിലടിക്കും. മിക്സിയിലടിക്കുന്ന സമയം ഉണ്ടല്ലോ ഗൈസ്, അതിനേക്കാളും കൂടുതൽ വെള്ളം അതിൻ്റെ അത്രയും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ തണുത്തതായാലും നോർമൽ പച്ചവെള്ളം ചേർത്താൽ മതി. ഓൾറെഡി അത് തണുത്ത് ഫ്രിഡ്ജിലുള്ള സാധനമല്ലേ. എന്നിട്ട് മിക്സിയിലടിച്ച് നമ്മൾ ബട്ടറാകുമ്പോൾ ഒരു പാത്രത്തിലൊഴിച്ച് അതിൽ നിന്നാണ് അതിനെ ബട്ടറാക്കി കൈ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം അടിക്കേണ്ടത് അടിച്ച് എല്ലാം കൂടെ പാത്രത്തിലൊഴിച്ച് അതിൽ നിന്ന് നമുക്കതിനെ വേർതിരിച്ചെടുക്കാം. കണ്ടോ, നല്ല ബട്ടറായി വന്നിട്ടുണ്ട്. മിക്സിയിൽ കുറച്ച് ഉള്ളെങ്കിൽ നമുക്ക് മിക്സിയിൽ നിന്ന് തന്നെ സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റും. കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ കൈ കൊണ്ടെടുക്കുമ്പോൾ നല്ലോണം സ്പ്രെഡ് ആവാതെ കിട്ടും നമുക്ക്. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിൽ ഓരോ ഭാഗത്തും തട്ടി വരുമ്പോഴത്തേനും മറുഭാഗം സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഒരേപോലെ ഉരുട്ടിയെടുക്കാം നമുക്ക്. കണ്ടോ, ബട്ടർ ഉണ്ടല്ലോ. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ബട്ടർ രാവിലെ കൊടുക്കുന്നത് നല്ലതാണ്. ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി വരുമ്പോൾ നമുക്ക് കട്ടൻ കാപ്പിയിൽ ബട്ടർ ഇട്ടിട്ട് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് ഇത് കാണുമ്പോൾ. ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല, നമ്മുടെ കുട്ടികളൊക്കെ വലുതായി. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ബട്ടർ വാങ്ങിയിട്ടാണ് കൊടുത്തത്. അന്ന് നമുക്ക് പാലൊന്നും അങ്ങനെ എത്ര തോനെ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, ഇത് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും പറയണം. ഓക്കെ.